ഹായ് ഗൈസ്, ഈ കറിക്ക് മീൻ കറിയുടെ അതേ രുചിയാണെന്ന് കേട്ടപ്പോൾ ഞാനും ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ ഇതിൻ്റെ രുചി അറിയണമെങ്കിൽ ഇത് ഉണ്ടാക്കി തന്നെ അറിയണം. നോയമ്പ് കാലത്തോ അല്ലെങ്കിൽ മീൻ കിട്ടാത്ത സാഹചര്യത്തിലൊക്കെ ഈ കറി ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. കോവയ്ക്കയും തക്കാളിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മീൻ കറി പോലത്തെ കറിയാണ്. അപ്പോൾ എൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? ഞാൻ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പച്ചമുളക്, ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും നെടുകെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് പഴുത്തൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അതും നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്കയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ചൂടാക്കി, വെളിച്ചെണ്ണ തന്നെ ചൂടാക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ അത് കുറച്ച് സോഫ്റ്റായി കിട്ടും. അതിനായിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ചതച്ച് വെച്ച ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. മുളക് നന്നായി മുരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കുടംപുളി വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കറക്റ്റായി കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചതും നേരത്തെ നമ്മൾ വാട്ടി വെച്ച കോവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി ഒന്ന് വേകുന്നത് വരെ ഇത് ഈ ഗ്രേവിയിൽ കിടന്ന് തിളയ്ക്കണം. അപ്പോൾ തന്നെ നല്ല മീൻ കറിയുടെ മണം വരും. ഉള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ നല്ല കിടിലൻ കറി റെഡി.